കുട്ടിയുടെ അമ്മ പറയുന്നു ഞാൻ രാവിലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുവെന്ന്. അതിനുശേഷം കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്നു. അമ്മൂമ്മയാണ് കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം പറയുന്നത്. രാവിലെ 5:30 പോലീസിലേക്ക് ഈ വിവരം എത്തുന്നു. ഇത്തരം ദുരൂഹതകൾ പലതും നിലനിൽക്കുകയാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള കൂട്ടാത്മഹത്യാ ശ്രമത്തിനിടെ സംഭവിച്ചതാണോ, അതല്ല അമ്മയുടെ സഹോദരന് മാനസിക വൈകല്യമുള്ള ആളാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത്തരം എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണോ എന്നറിയില്ല. എന്താണ് നാട്ടുകാർ പറയുന്നത്? അവിടെ നിന്ന് പൊതുവെ ഈ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? മാർഷൽ, കുടുംബത്തെക്കുറിച്ച് നാട്ടുകാർ പല തരത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക ബാധ്യത ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള അവ്യക്തതകൾ നിൽക്കുന്നത് ഈ കുരുക്കിട്ട കയറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഏതായാലും വലിയ അവ്യക്തതകൾ നിലനിൽക്കുന്നത്. ഏതായാലും പക്ഷേ ഈ ചായ്പിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരു ആത്മഹത്യാ ശ്രമം ഇവിടെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമമോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായതാകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ നോക്കുന്നുണ്ട്. കാരണം വളരെ ഒരു ബലം കുറഞ്ഞ ഒരു ചായ്പ്, അതിന് തുരുമ്പിച്ച കമ്പി, അവിടെയാണ് ആ കയറ് കുരുക്കിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും ഒരു ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ കുഞ്ഞിൻ്റേത് ഒരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോൾ ഇനി ഏതായാലും ഇവരുടെ ഒരു വിശദമായ മൊഴിയെടുപ്പ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. കാരണം പല അവ്യക്തതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാരണം ആദ്യം അമ്മ പറഞ്ഞത് കുഞ്ഞിനെ രാവിലെ ശുചിമുറിയിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് പോയത്. അതിനുശേഷം കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ ഈ ശുചിമുറിക്കകത്ത് ഇരിക്കുമ്പോൾ തന്നെ കേട്ടിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കുഞ്ഞിനെ അമ്മയുടെ അടുത്തായിരുന്നു രാത്രി കിടത്തിയിരുന്നത്. ഇന്നലെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ന് മരണാനന്തര ചടങ്ങുള്ളത് കൊണ്ട് അതിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്ന് പറയുന്നു. ഈ സഹോദരനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംശയനിഴലിനപ്പുറത്തേക്കാണ് മുത്തശ്ശി എന്നുള്ളത് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഇവർ ഏതായാലും വാടകയ്ക്ക് വന്ന് താമസിക്കുന്നതാണ്. ഏതാണ്ട് ഈ നാട്ടുകാരിൽ പലരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. 1 ലക്ഷം വാങ്ങിയവരുണ്ട്, 50,000 രൂപ വാങ്ങിയവരുണ്ട്. അങ്ങനെ പല നാട്ടുകാരും വാർഡ് മെമ്പറോടക്കം ഈ പണം തിരികെ അവരിൽ നിന്ന് വാങ്ങിത്തരണം എന്നൊരു ആവശ്യമായി അദ്ദേഹത്തെ സമീപിച്ചു എന്ന് വാർഡ് മെമ്പർ അടക്കം പറയുന്നു. ഈ കുടുംബത്തെ സംബന്ധിച്ച് മറ്റ് പരാതികളൊന്നും തന്നെ ഈ സമീപത്തുള്ള നാട്ടുകാർക്കൊന്നും തന്നെ നിലവിൽ ഇല്ല. പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ പരക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവുമാണ്. സ്റ്റെഫനി, കഴിഞ്ഞ ദിവസം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഇവർ ഒരു പരാതി നൽകിയതായി അറിയുന്നു. 10-30 ലക്ഷം രൂപ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ വീടിന്റെ ഒരു പരിസരവും പശ്ചാത്തലവും ഒക്കെ കണ്ടാൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. എന്നിരുന്നാൽ പോലും എത്രത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആ വീട്ടിൽ ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തെങ്കിലും ബലാബലമോ മറ്റോ ഉണ്ടായതായോ അങ്ങനെ എന്തെങ്കിലും നാട്ടുകാർ പറയുന്നുണ്ടോ? മധു, ഏതായാലും നിലവിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി ഒന്നും തന്നെ ഈ നാട്ടുകാരൊന്നും തന്നെ പറയുന്നില്ല. പക്ഷെ വാർഡ് മെമ്പറൊക്കെ നമ്മളൊത്ത് നേരത്തെ സംസാരിച്ചപ്പോൾ ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒന്നും തന്നെ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കോ അല്ലെങ്കിൽ ബഹളങ്ങളോ കുഞ്ഞിൻ്റെ നിലവിളി ഒന്നും കേട്ടതായിട്ടൊന്നും ആരും തന്നെ പറയുന്നില്ല. നേരത്തെ സംസാരിച്ച ആളുകളൊന്നും തന്നെ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പുരോഗമിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രതികരണം എടുക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഏതായാലും നാട്ടുകാരുടെ ഭാഗത്ത് നാട്ടുകാരൊന്നും തന്നെ ഇവിടെ ഇല്ല, പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്താ പൈസയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് എന്താ അവർ വഴക്കിടുന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവർ പരസ്പരം വഴക്കിടുന്നതല്ല, പൈസയുടെയൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ശബ്ദം കേട്ടിട്ടുണ്ട്. പിന്നെ സഹോദരനായിട്ട് ആ കൊച്ചെപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. സഹോദരനും സഹോദരി തമ്മിലോ? സഹോദരനും സഹോദരിയല്ല, കൊച്ചുങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ശാരീരിക വെല്ലുവിളി നേടുന്ന അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേടുന്ന ആളാണോ സഹോദരൻ? എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല ആ കൊച്ചിനോട് ഇതുവരെയും സംസാരിച്ചില്ല. ഞങ്ങളായിട്ടൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇവിടെ 1.5 മാസമായുള്ളൂ, വാടകയ്ക്ക് വന്നതാണ്. അതിനുശേഷം 1-2 പ്രാവശ്യം ശ്രീധുവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്കറിയില്ല. വേറെ ഒന്നും. ശ്രീധുവിന്റെ സഹോദരൻ എന്താ ചെയ്യുന്നത്? അറിയില്ല. ഇവിടെ തന്നെ ഉണ്ട്, സ്ഥിരമായിട്ട് വീട്ടിലുണ്ട്. നിങ്ങളിപ്പോ ഇന്ന് എപ്പോഴാ ഇത് അറിഞ്ഞത്?
ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് 16 അവിടെ അച്ഛൻ മരിച്ച് 16 അപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ അതിന് വന്ന ആൾക്കാരാണ് കൂടി നിൽക്കണമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇവിടെ വന്നിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ചേട്ടൻ പണിക്ക് പോകാൻ വേണ്ടി ആഹാരമൊക്കെ എടുത്ത് കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് വന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പോലീസ് വന്നപ്പോൾ ഞാൻ തിരക്കിയപ്പോഴാണ് പറയുന്നത് കുഞ്ഞിനെ കാണാനില്ല. അങ്ങനെ ഇവിടെ വേറെ വിശേഷിച്ച് ശബ്ദമോ അങ്ങനെ കരച്ചിലോ അങ്ങനെ ഒന്നും കേട്ടില്ല ഞാൻ. അപ്പം ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും കേട്ടില്ല. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് 16 അങ്ങനെയാണ് ആൾ വന്നതെന്നാണ് വിചാരിച്ചത്. ഇന്നലെ രാത്രിയിൽ വഴക്കും പ്രശ്നങ്ങളും ഒന്നും കേട്ടില്ല? ഇല്ല ഇന്നലെ ഞങ്ങളൊന്നും കേട്ടില്ല. കേട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നടന്നാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല. ഇവിടെ പൂട്ടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല. അതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. പിന്നെ പുറത്തിറങ്ങിയാലോ ഈ അടുക്കളയിൽ വന്നാലോ കേൾക്കാൻ പറ്റും എന്തെങ്കിലും സംസാരം ആവണമെങ്കിൽ. ഈ കടക്കാരൊക്കെ വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? 1-2 പേരൊക്കെ വന്ന് വീട് ചോദിച്ചിട്ടൊക്കെ പോണതുണ്ട്. അങ്ങനെ സംസാരങ്ങളൊക്കെ ആവണതുണ്ട്. അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഉണ്ട്.